ഇലക്ട്രൽ ബോണ്ടുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടപ്പോൾ ഉത്തരങ്ങളെക്കാൾ ഏറെ ചോദ്യങ്ങളാണ് യഥാർത്ഥത്തിൽ അവശേഷിക്കുന്നത്. ബോണ്ടുകളുടെ സീരിയൽ നമ്പറുകളും മറ്റ് വിശദാംശങ്ങളും നൽകണമെന്ന് പറയാൻ സുപ്രീം കോടതിയെ പ്രേരിപ്പിച്ചതും ഒരുപക്ഷെ ഇതാകാം. ബോണ്ടുകൾക്കായി യഥാർത്ഥത്തിൽ പണം മുടക്കിയ ഒട്ടേറെ കമ്പനികൾ ഇനിയും മറനീക്കി പുറത്തു വരാനുണ്ട്. 2018-19 വർഷം 2500 കോടിയോളം രൂപയുടെ ബോണ്ടുകൾ ക്രയവിക്രയം ചെയ്തു. ഇതിൻ്റെ കണക്ക് ഇനിയും പുറത്തു വരാനുണ്ട്. ഭാഗികമായി പുറത്തു വന്ന വിവരങ്ങൾ തന്നെ കേവല പരിശോധനയിൽ ഞെട്ടിപ്പിക്കുന്ന വസ്തുതകളാണ് പുറത്തു കൊണ്ടുവരുന്നത്. കേന്ദ്ര അന്വേഷണ ഏജൻസികളെ വേട്ടനായികളെ പോലെ പറഞ്ഞയക്കുകയും അതിലൂടെ ആയിരക്കണക്കിന് കോടി രൂപ സംഭാവന ബോണ്ടായി സംഘടിപ്പിക്കുകയും ചെയ്ത BJP തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഏറ്റവും വലിയ അട്ടിമറിക്കും അഴിമതിക്കുമാണ് യഥാർത്ഥത്തിൽ കോപ്പുകൂട്ടിയത്. ഇലക്ട്രൽ ബോണ്ടുകൾ കേന്ദ്ര സർക്കാരിൻ്റെ നിർണായകമായ നയങ്ങളെ സ്വാധീനിച്ചുവെന്നത് വ്യക്തം. കേന്ദ്രത്തിൻ്റെ വിവിധ അനുമതികൾക്കായി കാത്തുനിന്ന ഏതാനും കമ്പനികൾ സംഭാവന ചെയ്തത് 825 കോടി രൂപയാണ്. ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്ത 5 കമ്പനികൾ എടുക്കുകയാണെങ്കിൽ അതിൽ 3നെയും സംഭാവനയ്ക്ക് പരുവപ്പെടുത്തിയത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെയും ആദായ നികുതി വകുപ്പിനെയും ഉപയോഗിച്ചാണ്. ഇലക്ട്രൽ ബോണ്ടുകൾ സമ്മാനിച്ച 30 കമ്പനികളുടെ പിന്നാലെ ആദ്യം വന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണെന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. വാങ്ങിയവർ, ബോണ്ടിൻ്റെ തീയതികൾ എന്നിവ ഉൾപ്പെടെ 337 പേജാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട ഒന്നാം ഭാഗത്തിലുള്ളത്. 426 പേജുള്ള രണ്ടാം ഭാഗത്തിലാണ് രാഷ്ട്രീയ പാർട്ടികളുടെ പേരും ബോണ്ടുകൾ പണമാക്കി മാറ്റിയതും നൽകിയിട്ടുള്ളത്. ആകെ 12,156 കോടി രൂപയുടെ കണക്ക്. ഇതിൽ 6,060 കോടി രൂപ പോയത് BJPക്ക്, കോൺഗ്രസിന് 1,421 കോടിയും. നിലവിൽ പുറത്തു വന്നത് ഹിമക്കട്ടയുടെ അഗ്രം മാത്രമാണ്. പേര് വരാത്ത അംബാനിയും അദാനിയും പോലുള്ള വലിയ കമ്പനികളുണ്ട്. അവരുടെയൊക്കെ പണം ഊരും പേരുമില്ലാത്ത കമ്പനികളുടെ പേരിലായിരിക്കും ക്രയവിക്രയം ചെയ്യപ്പെട്ടത്. ചുരുങ്ങിയത് 100 കമ്പനികളുടെ പേരുകൾ ആരും കേൾക്കാത്തവയാണ്. മറ്റ് ആരെക്കൊണ്ടെങ്കിലും ബോണ്ടുകൾ വാങ്ങിപ്പിച്ച് അവ ശേഖരിച്ച് രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകാൻ കഴിയും. സ്വാഭാവികമായിട്ടും ഇടനിലക്കാരെ ഉപയോഗിച്ച് ബോണ്ടുകൾ വാങ്ങിയത് ആരാണ്? ഇതൊക്കെ യഥാർത്ഥത്തിൽ പുറത്തു വരണം. 2019 തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ച പുൽവാമ ആക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാൻ കമ്പനിയിൽ നിന്നും BJPയും കോൺഗ്രസും ബോണ്ട് വാങ്ങിയെന്ന നടുക്കുന്ന സൂചനകൾ വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചയ്ക്ക് വഴിവെക്കും. അവിശുദ്ധ ബന്ധത്തിൻ്റെ മറ്റൊരു ഉദാഹരണം പറയാം. 140 കോടി രൂപയുടെ ബോണ്ട് കൈമാറി ഒരു മാസത്തിനുള്ളിൽ 14,400 കോടി രൂപയുടെ താണെ ബോറിവില്ലി ഇരട്ട ടണൽ പദ്ധതിയാണ് മഹാരാഷ്ട്ര ഗവൺമെൻറ് ഹൈദരാബാദ് ആസ്ഥാനമായുള്ള മേഗാ എഞ്ചിനീയറിംഗിന് നൽകിയത്. L&T സുപ്രീം കോടതി വരെ ഈ കേസുമായി പോയി. ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഏറ്റവും വലിയ വെട്ടിപ്പാണ് തെരഞ്ഞെടുപ്പ് ബോണ്ട് എന്ന് നിസ്സംശയം പറയാൻ കഴിയും. അനുകൂല തീരുമാനം വേണ്ടവർ ഉദ്ദിഷ്ടകാര്യത്തിന് ഉപകാരസ്മരണ നൽകിയിട്ടുണ്ട്. കോവിഡ് കാലം ആരും മറന്നിട്ടുണ്ടാവില്ല. വാക്സിൻ്റെ കാര്യത്തിൽ 2 കമ്പനികളുടെ കുത്തകയായിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. അതിൽ ഒരു കമ്പനി 50 കോടി രൂപയാണ് ഇലക്ട്രൽ ബോണ്ടായി സംഭാവന ചെയ്തത്. റബ്ബറിൻ്റെ വിലയിടിയാൻ കാരണം ഇറക്കുമതിയാണ്, ആർക്കും സംശയമില്ല. അതിനുള്ള കാരണം കേന്ദ്ര സർക്കാരിൽ ടയർ കമ്പനികൾക്കുള്ള പിടിയാണ്. MRFന് 622 കോടി രൂപയാണ് കോമ്പറ്റീഷൻ കമ്മീഷൻ പിഴ ചുമത്തിയത്, കാട്ടലായി പ്രവർത്തിച്ചത്. ഇലക്ട്രൽ ബോണ്ടിൻ്റെ കാര്യത്തിൽ MRFും ഉദാരമായ സമീപനമാണ് സ്വീകരിച്ചത്. സാന്റിയാഗോ മാർട്ടിൽ നിന്ന് 2 കോടി രൂപ തിരിച്ചു വാങ്ങുന്ന രൂപത്തിലുള്ള ബോണ്ടായി ദേശാഭിമാനി വാങ്ങിയത് നമ്മുടെ മാധ്യമങ്ങൾ ദിവസങ്ങളോളം, ആഴ്ചകളോളം ഇവിടെ ചർച്ച ചെയ്തു. ഇപ്പോൾ പുറത്തു വന്ന കണക്ക് പ്രകാരം 1,368 കോടി രൂപയാണ് സാന്റിയാഗോ മാർട്ടിൻ ബോണ്ടായി BJPക്കും കോൺഗ്രസ് പാർട്ടിക്കും ഒക്കെ നൽകിയത്. അതും തിരിച്ചു വാങ്ങാത്ത ബോണ്ട്. നമ്മുടെ മാധ്യമങ്ങൾ അതൊന്നും കണ്ടില്ലെന്ന് നടിക്കും, അല്ലെങ്കിൽ ചരമകോളം പോലെ ഒതുക്കും. സുതാര്യതയില്ലെങ്കിൽ ജനാധിപത്യം തകരുമെന്നതാണ് സിദ്ധാന്തം. അന്ധകാരത്തിൻ്റെ ചുഴിയിലേക്ക് ഗവൺമെൻറ് തീരുമാനങ്ങളും നയങ്ങളും കൊണ്ടെത്തിക്കുകയായിരുന്നു ഇലക്ട്രൽ ബോണ്ടിലൂടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത്.